എന്നാൽ തുടങ്ങല്ലേ പ്രാന്ത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ അടുത്തുള്ള ചെറിയൊരു പ്ലാന്റഡ് നാനോ ടാങ്ക് ആട്ടോ. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ റൂമിൽ ലൈറ്റ് പൊതുവെ കുറച്ച് കുറവാണ്. അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടാവും കേട്ടോ. ഇപ്പം എന്നെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഭയങ്കര ബേണായി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അത് പ്രശ്നമാക്കണ്ട, നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് ഓരോ പുതിയ ലൈറ്റൊക്കെ വാങ്ങിയിട്ട് നമുക്ക് സെറ്റാക്കാം. ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് വീഡിയോ ഓൾറെഡി ഞാൻ നമ്മുടെ ഷോർട്ട് സെക്ഷനിൽ ഇട്ടിരുന്നു. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഉണ്ട്. പിന്നെ എൻ്റെ ഫോണിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ചെയ്യുന്ന സ്വഭാവമുള്ളതുകൊണ്ടേ ആ മേക്കിംഗ് വീഡിയോ ഞാൻ അറിയാതെ ഡിലീറ്റാക്കി പോയി. പ്രശ്നമല്ല, ആ മേക്കിംഗ് വീഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽ സെക്ഷനിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയും അതിൻ്റെ മേക്കിംഗ് വീഡിയോയും കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതിനെന്തൊക്കെ സാധനങ്ങൾ വേണം, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും കിട്ടും കേട്ടോ. തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ടാങ്കാണിത്. അത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇതിന് മെയിൻ്റനൻസ് വളരെ കുറവാണ്. പിന്നെ കോസ്റ്റ് നോക്കുകയാണെങ്കിലും നമ്മളെ മെയിൻ പ്ലാന്റഡ് ടാങ്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സും ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തുടക്കക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നൊരു കുഞ്ഞു ടാങ്കാണിത്. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഗ്ലാസ് ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ലൈറ്റ് ഏതാണ്, ഫിൽറ്റർ ഏതാണ്, ഇതിലുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെ ഉണ്ട്, ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ ഗ്ലാസിനെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. ഇതിലും നമ്മളെ പ്ലാന്റഡ് ടാങ്കിൽ യൂസ് ചെയ്ത പോലെ തന്നെ എക്സ്ട്രാ ക്ലിയർ ഗ്ലാസിൻ്റെ ടാങ്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ADAയുടെ ടാങ്കൊന്നുമല്ല, ഒരു ലോക്കൽ ടാങ്ക്. ഞാനിവിടെ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു ടാങ്കാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങിയപ്പോൾ എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടും മെസ്സേജ് ചെയ്തിട്ടും ചോദിക്കാറുണ്ട് ഞാൻ ഈ പ്ലാന്റഡ് ടാങ്ക്സിൻ്റെ പ്രൊഡക്റ്റൊക്കെ എവിടെ നിന്നാണ് മേടിക്കുന്നത് എന്നുള്ളത്. ഇവിടെ തന്നെ ഉള്ള ഒരു 2-3 ഷോപ്പ് ഉണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ഞാൻ വാങ്ങുന്നത്. ആ ഷോപ്പിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൊക്കെ ഒന്ന് കയറി നോക്കിയാൽ മതി. അവർ കേരളത്തിലേക്കൊക്കെ ഡെലിവറി ഉണ്ടോ അല്ലേയുള്ളത് എനിക്കറിയില്ല. മേ ബി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിലൊക്കെ ചിലപ്പോൾ ചെയ്തു തരും. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഈ ഗ്ലാസിനെ കുറിച്ച് പറയാം. 10 ഇഞ്ചിൻ്റെ ക്യൂബാണ് ഇത്. ആക്ച്വലി 10 ഇഞ്ച് ബൈ 10 ഇഞ്ച് ബൈ 10 ഇഞ്ച് അതാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഏകദേശം ഒരു 15-16 ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളും. ഞാനിതിൽ ഫുൾ വെള്ളം നിറച്ചിട്ടില്ല, അതിൻ്റെ കാരണം വേറെ ഉണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ അതാണ് ഈ ഗ്ലാസിനെ കുറിച്ചുള്ള കാര്യം കേട്ടോ. ഇനി ഇതിൻ്റെ ലൈറ്റിലേക്ക് വന്നാൽ സെയിം നമ്മളെ ടെറേറിയത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു വാബി കുസ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈറ്റ് തന്നെയാണ് ഞാൻ അതിൽ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് 9 വാട്ടിൻ്റെ ലൈറ്റാണ്. അതെ, ഇതിൽ 5 വാട്ട് ഉണ്ട്, 7 ഒക്കെ അവൈലബിൾ ആണ്. ഇത് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് 9 വാട്ടിൻ്റെ ലൈറ്റാണ് കേട്ടോ. ഇതും ഇതിൻ്റെയൊക്കെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ലൈറ്റും ആക്ച്വലി ഇതിനും ടൈം ഉണ്ട് കേട്ടോ. എല്ലാ പ്ലാന്റഡ് ടാങ്കിലും ലൈറ്റ് നമുക്ക് സെയിം ആണ്. ഇപ്പോൾ നമ്മളൊരു 5 to 8 hours ഇതിൽ ലൈറ്റ് കൊടുക്കണം. ഇതിലിപ്പോൾ ഞാൻ ടൈമറും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, മറ്റേ ടാങ്ക് പോലെ ഓട്ടോമാറ്റഡ് ഒന്നുമല്ല കംപ്ലീറ്റ്ലി. ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഞാനൊന്ന് ഓണാക്കി കൊടുക്കും, ആ ഒരു സമയമാകുമ്പോൾ ഓഫാക്കും. ഏകദേശം മറ്റേ ടാങ്ക് വെക്കുന്ന അതേ ടൈം തന്നെയാണ് ഇതിലും വെക്കാറ് ലൈറ്റ്. 7 മണി മുതൽ 12 മണി വരെ. അതാണ് ഈ ലൈറ്റിൻ്റെ കാര്യമുള്ളത്. പിന്നെ ഇതിൻ്റെ ഫിൽറ്ററിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ മെയിൻ പ്ലാന്റഡ് ടാങ്കിൽ നമ്മൾ കാനിസ്റ്റർ ഫിൽറ്റർ വെച്ചിട്ടുള്ളത്, അതായത് ഒരു എക്സ്റ്റേണൽ ഫിൽറ്റർ, വലിയ ഫിൽറ്ററാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഹാങ് ഓൺ ഫിൽറ്ററാണ് വെച്ചിട്ടുള്ളത്. ഹാങ് ഓൺ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ടാങ്കിൻ്റെ ബാക്കിൽ തൂക്കിയിടുന്ന ഫിൽറ്റർ, അത്രയേ ഉള്ളൂ. ഇത് സൺസണിൻ്റെ HBL 303 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് കേട്ടോ. കുഴപ്പമില്ല, ഭയങ്കര കോസ്റ്റും ഇല്ല, എന്നാൽ നല്ലൊരു വൃത്തിയുള്ളൊരു ഫിൽറ്ററാണ് ഇത് ആക്ച്വലി. ഈ ഫിൽറ്ററിൻ്റെ ഇപ്പോൾ സാധാരണ ഞാൻ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഹാങ് ഓൺ ഫിൽറ്ററിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് വീണ്ടും വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മളിവിടെ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇപ്പോൾ കറണ്ട് പോയി എന്ന് വെച്ചോ, ഫിൽറ്റർ ഓഫ് ആവും. കറണ്ട് വരുമ്പോൾ ഫിൽറ്റർ ഓൺ ആവും, പക്ഷേ അത് വർക്കാവില്ല. അതിൻ്റെ മോട്ടർ വെറുതെ വർക്കായിക്കൊണ്ടിരിക്കും, അങ്ങനെ ഫിൽറ്റർ കേടുവന്ന് പോകും. പക്ഷേ ഹാങ് ഓൺ ഫിൽറ്ററിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ ഫിൽറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ പ്രശ്നമല്ല കേട്ടോ. കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി വെള്ളം വലിച്ചെടുത്ത് ഫിൽറ്റർ വർക്കാവും. അത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഹാങ് ഓൺ ഫിൽറ്റർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ഒരു ഫിൽറ്ററിൻ്റെ ചെറിയ ഹാങ് ഓൺ ഫിൽറ്ററിൻ്റെ അകത്തായിരിക്കും ഇതിൻ്റെ മോട്ടർ വരുന്നത്. എന്നാൽ ഇതുപോലത്തുള്ള കുറച്ച് വലിയ ഹാങ് ഓൺ ഫിൽറ്ററിൻ്റെ മോട്ടർ വരുന്നത് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്തിട്ടാണ് വരിക. ഈ ഫിൽറ്ററിൻ്റെ അകത്തല്ല ഇത് വരുന്നത്, വെള്ളത്തിൻ്റെ അകത്തേക്ക് ആ മോട്ടർ ഇറക്കി വെക്കുന്ന ടൈപ്പാണ് ഇത് വരുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് കറണ്ട് പോയാലും ഇത് പ്രശ്നമില്ലാതെ വെള്ളം വലിച്ചെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ, ഒന്ന് എനിക്കും പഠിക്കാമല്ലോ കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഈ ഫിൽറ്ററിൻ്റെ കാര്യം. പിന്നെ ഈ ഫിൽറ്റർ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ടോ ചോദിച്ചാൽ ഇതിൽ ഇടയ്ക്ക് ആൽഗയൊക്കെ പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കും. വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ഞാനിതിന് വെള്ളം മാറ്റുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും.
ഈ ഫിൽറ്ററിൻ്റെ അകത്തും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫിൽറ്റർ മീഡിയ എന്ന് പറയുന്നത് ADAയുടെ ബയോ റിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഫിൽറ്റർ മീഡിയ കേട്ടോ. അത് നിങ്ങൾക്ക് ശരിക്കും ആ മേക്കിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും ഞാൻ എങ്ങനെ അത് ഫില്ല് ചെയ്തിട്ടുള്ളതെന്നൊക്കെ. ഇനി ഇതിലെ പ്ലാന്റ്സിലേക്ക് വരാം. മെയിനായിട്ട് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 3 ടൈപ്പ് പ്ലാന്റ്സ് ആട്ടോ. ഒന്ന് നമ്മുടെ നോർമൽ എപ്പിഫൈറ്റ്സ് കോമൺ പ്ലാന്റ് ആയിട്ടുള്ള അനൂബിയസ്, 2 ക്രിസ്മസ് മോസ്, പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യൂലേ ഫിലോഡെൻഡ്രൻ ഫാമിലി അല്ലേ, ഇപ്പോൾ മണി പ്ലാന്റ് എന്നൊക്കെ പറയും ചില ആൾക്കാർ. ഇത് ശരിക്കും മണി പ്ലാന്റ് അല്ല കേട്ടോ, ഇത് ഫിലോഡെൻഡ്രൻ ഫാമിലിയിൽ പെട്ടിട്ടുള്ള പ്ലാന്റ് ആണ്. അത് ഞാൻ ഈ ഡ്രിഫ്റ്റ് വുഡിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചതാണ് ആക്ച്വലി. അതിൻ്റെ വേരൊക്കെ വെള്ളത്തിലേക്ക് പോകുന്നുണ്ട്, ബാക്കിയുള്ള പോർഷനൊക്കെ മുകളിലേക്ക് വളർന്നു വരുന്ന രീതിയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്ച്വലി. കുറച്ച് വെള്ളത്തിൻ്റെ താഴെയും ബാക്കി വെള്ളത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വന്നാൽ നല്ല രസമാണ് അത് ശരിക്കും കാണാൻ. ഈ 3 പ്ലാന്റ്സാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ അനൂബിയസിൻ്റെ കാര്യം പറയാം. എപ്പിഫൈറ്റ്സ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണത്. അതിന് നമുക്ക് മണ്ണിൻ്റെ ആവശ്യമില്ല. നമ്മളെ ഡ്രിഫ്റ്റ് വുഡിലും അതുപോലെ നമ്മളെ പാറകളിലൊക്കെ അല്ലേ, ഇപ്പോൾ അക്വേറിയത്തിൽ വെക്കുന്ന കല്ലൊക്കെ അല്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുക അല്ലെങ്കിൽ അക്വാസ്കേപ്പിംഗ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് നല്ല ഉഷാറായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇതിന് എപ്പിഫൈറ്റ്സ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ഈസിയാണ് കെയർ ചെയ്യാനും, അധികം മെയിൻ്റനൻസ് ഒന്നും വരുന്നില്ല. ഇനി ഈ ക്രിസ്മസ് മോസ് എങ്ങനെ ഞാൻ ഈ ബ്രാഞ്ചിലേക്ക് അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്കറിയോ? നോർമലി ക്രിസ്മസ് മോസിന് എപ്പോഴും വെള്ളത്തിൻ്റെ താഴെ നിൽക്കുക, അത് എപ്പോഴും നനവ് വേണം അതിന് അല്ലേ. പക്ഷേ ഈ വെള്ളത്തിൻ്റെ മുകളിലേക്കുള്ള കൊമ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതിനൊരു ടെക്നിക്ക് ഉണ്ട് ആക്ച്വലി. അതിനാണ് ഈ സംഭവം ആക്ച്വലി. ഇതിന് നമ്മൾ ടെറാ ടാപ്പ് എന്ന് പറയും. ഈ ടാപ്പിൻ്റെ ഒരു പോർഷന് വെള്ളത്തിലേക്ക് നമുക്കിങ്ങനെ ഇറക്കി വെക്കണം, ബാക്കി എന്ത് ചെയ്യുക, നമുക്ക് ബ്രാഞ്ചിലൂടെയൊക്കെ ചുറ്റി കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, ഈ ടാപ്പ് എപ്പോഴും വെള്ളം വലിച്ചെടുത്തിട്ട് ആ ഒരു ഈർപ്പം എപ്പോഴും നിലനിർത്തും. അത് മതി ശരിക്കും മോസിന് വളരാൻ. അങ്ങനെ ഇതാണ് ആദ്യം ഞാൻ ആ കൊമ്പിൽ ചുറ്റി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലൂടെ ആ ജസ്റ്റ് മോസ് നമ്മൾ വെച്ച് പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോസ് വെച്ചിട്ട് നമ്മളെ നൂലില്ലേ, നല്ല ഗ്രീൻ കളറിലുള്ള നൂല് വെച്ചിട്ട് ചുറ്റി കൊടുത്തതാട്ടോ. പിന്നെ ആ മോസൊക്കെ നന്നായിട്ട് വളർന്നു വരുന്ന സമയത്ത് ആ നൂലൊന്നും പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനെയാണ് ഇത് ഈ കൊമ്പിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള പ്ലാന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ മണ്ണിലൊന്നും കുഴിച്ചിടുന്ന പ്ലാന്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഇതിൽ എനിക്ക് സബ്സ്ട്രേറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു മണൽ ഫോം മാത്രം ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് മെയിൻ്റനൻസ് വീഡിയോ ഞാൻ നമ്മുടെ ഷോർട്ട് സെക്ഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കറക്റ്റ് മെയിൻ്റനൻസ് മനസ്സിലാവും. എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ മെയിൻ്റനൻസ് വളരെ ഈസിയാണെന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഇതിലൊരു സംഭവം ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മരല്ലേ, ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുത്തിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് തിരിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഗ്ലാസ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു പ്രത്യേകത ആക്ച്വലി. നോർമലി നമ്മൾ പ്ലാന്റഡ് ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ എടുക്കൽ പോസിബിൾ അല്ല. പക്ഷേ ഈ ടാങ്ക് ഞാൻ ചെയ്യുമ്പോഴേ ആ ഒരു കാര്യം കൂടി മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് എടുത്ത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് ഞാൻ ഫുള്ള് വെള്ളം ഫില്ല് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതിന് 2 കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ഇതിൽ ഫുള്ള് വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവനാണോ ഇവളാണോ എനിക്കറിയില്ല. ചില ആൾക്കാർ പറയുന്നത് ഫീമെയിൽ ബേറ്റയാണ്, ചില ആൾക്കാർ പറയുന്നത് മെയിലാണുള്ളത്. ഞാനിത് മെയിലാണെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. എന്തായാലും ഇവനായാലും ഇവളായാലും ഇതിന് ചാടാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇത് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് പുറത്ത് ചാടാൻ പറ്റും. ഇതന്നെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഇത് ചാടിയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം രാവിലെ എണീക്കുന്ന സമയത്തുണ്ട് ഇത് ഡോറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പം ചാടിയിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല. ഞാൻ അതിലേക്ക് പിടിച്ചിട്ട് പിന്നെ സാധാരണ മീനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ബേറ്റ ഫിഷിന് കുറച്ചും കൂടിയും റെസിസ്റ്റൻസ് പവർ കൂടുതലാണ്, കുറച്ചും കൂടി അവർക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കൂടുതലുണ്ട്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ചത്തുപോകില്ല. അങ്ങനെ അതിലേക്ക് തിരിച്ചിട്ടതാണ്. അപ്പോൾ അതാണ് ഒരു റീസൺ, ഇത് ചാടാനുള്ള ടെൻഡൻസി ഇതിന് കൂടും. അതുകൊണ്ട് ഞാൻ വെള്ളം കുറച്ച് വെച്ച്. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ റീസണാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടമുള്ള റീസൺ ആക്ച്വലി. എനിക്ക് ഈ വെള്ളത്തിൻ്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇത് ഇത്രയും കുറച്ച് വെക്കുന്നതുകൊണ്ട് എന്താ അറിയോ, ഈ ഫിൽറ്ററിൻ്റെ ഈ ഔട്ട്ലെറ്റില്ലേ ഇത് വെള്ളത്തിലേക്ക് ടച്ച് ചെയ്യൂല. ആ വെള്ളം ഇങ്ങനെ അതിലേക്ക് വീഴാനുള്ളൊരു ഹൈറ്റ്, ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ആ സൗണ്ട് ഇങ്ങനെ എനിക്ക് കിട്ടും, കറക്റ്റ് വെള്ളത്തിൻ്റെ സൗണ്ട്. ഞാൻ ഈ ടാങ്ക് വെച്ചിട്ടുള്ളത് എൻ്റെ ബെഡ്റൂമിൽ ബെഡിൻ്റെ സൈഡിലായിട്ട് അത് വെച്ചിട്ടുള്ളത്. ഇതൊരു നൈറ്റ് ലാമ്പ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്തും എനിക്ക് ഈ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളം ഇത്രയും കുറച്ച് ഇതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ വെള്ളം ഞാൻ എപ്പോഴാണ് മാറ്റലെന്ന് വെച്ചാൽ, മറ്റേ പ്ലാന്റഡ് ടാങ്ക് ഞാൻ മാറ്റില്ലേ വീക്ക്ലി വൺസ്, ആ സമയത്ത് തന്നെ കേട്ടോ ഇതിലത്തെ വെള്ളം മാറ്റുക. കുറച്ച് വെള്ളം മാത്രം ഞാനൊന്ന് റീപ്ലേസ് ചെയ്യും. പിന്നെ ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്മളെ മെയിൻ പ്ലാന്റഡ് ടാങ്കിൽ യൂസ് ചെയ്യുന്ന അതേ ഫെർട്ടിലൈസേഴ്സ് തന്നെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുക. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ എന്നും യൂസ് ചെയ്യലുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ വെള്ളം മാറ്റുന്ന സമയത്ത് മാത്രം വീക്ക്ലി വൺസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. കാരണം ഇതൊക്കെ ഈസി കെയറിങ് ആയിട്ടുള്ള പ്ലാന്റുകളല്ലേ, അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത. അപ്പോൾ ഇവർക്ക്
അത്ര കൊടുത്താൽ മതിയാവും. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും അതിൽ പിന്നെ ന്യൂട്രിയൻസ് കൂടും, പിന്നെ ആൽഗെ വരാനുള്ള ചാൻസ് ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് ആൽഗെ വരും കേട്ടോ. ആക്ച്വലി ഈ ആൽഗേൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്, ഇന്ത്യൻ്റെ പുറത്തുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ആൽഗെ. അതിന് എത്ര നല്ല ഫിൽറ്റർ വെച്ചാലും ആൽഗെ ഇഷ്യൂ എന്തായാലും ഉണ്ടാവും നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ. ഇപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോൻ്റെ താഴെയൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു, ഇത് ഇങ്ങനൊരു സംഭവം ചെയ്ത് ആൽഗെ വരില്ല. അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിടത്തോളം ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരായിട്ട് തന്നെ ഞാൻ കുറേ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ആക്ച്വലി ആൽഗെ. അപ്പോൾ ആൽഗേനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്ന് പറഞ്ഞത് എത്രത്തോളം പോസിബിൾ ആണ് എനിക്കറിയില്ല. പിന്നെ ആ ടാങ്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫിൽട്രേഷൻ സിസ്റ്റം ഒക്കെ കുറച്ച് ചെറുതല്ലേ, അപ്പം കുറച്ചും കൂടി ആൽഗെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ലൈറ്റൊക്കെ ചില ദിവസം ഞാൻ ഓൺ ആക്കാറില്ല. ആക്ച്വലി ലൈറ്റ് കൂടുന്തോറുമാണ് ആൽഗേൻ്റെ ഗ്രോത്തും കൂടുക. മനസ്സിലായോ? അപ്പോൾ ഞാൻ ലൈറ്റ് ചില ദിവസം ഓൺ ആക്കൂല, എന്നാലും ആൽഗെ വരും. ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ടാങ്ക് ഇപ്പോഴും ഇത്ര നീറ്റായിട്ട് ഇങ്ങനെ നിൽക്കാൻ കാരണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ നാനോ ടാങ്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ചെയ്തോളൂ. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ശരി എന്നാൽ.